യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാം സങ്കീർത്തനത്തിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയ ഒരു സങ്കീർത്തനമാണ് ഒന്നാം സങ്കീർത്തനം. നമ്മൾ ആകെ 6 വാക്യങ്ങളെ അതിലുള്ളൂ. പക്ഷേ ഒരു ചെറിയ സങ്കീർത്തനമാണ്. പക്ഷേ അതിലെ അർത്ഥം ഭയങ്കര അർത്ഥമേറിയ ഒരു സങ്കീർത്തനമാണത്. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് ഡയറക്റ്റായിട്ടല്ല ചോദിക്കുന്നത്, പക്ഷേ അതിൻ്റെ മീനിങ്ങിൽ അതിൻ്റെ മെസ്സേജിലൂടെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. വിച്ച് പാത്ത് ആർ യു ടേക്കിംഗ് ഓർ വാട്ട് ചോയ്സസ് ആർ യു ഗോണ വിച്ച് പാത്ത് ആർ യു ചൂസിങ്? നമുക്ക് സങ്കീർത്തനം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദർ ആർ 2 ways to live. 1 that leads to God and 2 that leads away from God. ഒന്ന് ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന വഴിയും ഒന്ന് ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുന്ന വഴിയും. സങ്കീർത്തനം 1:1 നമുക്ക് കാണാൻ കഴിയുന്നത് നീതിമാൻ എന്തു ചെയ്യുന്നില്ല. സങ്കീർത്തനം 1:1 തുടങ്ങുന്നത് തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഈ വാക്യത്തിൽ ദ പീപ്പിൾ വി സറൗണ്ട് അവർ സെൽസ് വിത്ത് ആൻഡ് ദ ഇൻഫ്ലുവൻസസ് വി ചൂസ് ഇൻ അവർ ലൈഫ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ഫസ്റ്റ് വാക്യം ഞാൻ വായിച്ചപ്പോഴത്തേക്കും എനിക്ക് 3 കാര്യം ഹൈലൈറ്റ് ആയിട്ട് തോന്നി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. നടക്കുക, നിൽക്കുക, ഇരിക്കുക. First you walk, then you stand, then you sit. At first you're just passing by, then you stop, then you eventually get comfortable to sit there. That's how influence work. എൻ്റെ ലൈഫിലും ഇതേപോലെ ഇൻഫ്ലുവൻസ് അല്ല, ഈ വാക്യം കൊണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരു ഫ്രണ്ട് അല്ല 2 ഫ്രണ്ട് അവർ സ്മോക്ക് ചെയ്യാൻ പോകും. അപ്പം ഞാനും അനീറ്റയും അവരുടെ ഒപ്പം ജസ്റ്റ് സംസാരിച്ച് പോകുന്നുള്ളൂ. ഞങ്ങൾ സ്മോക്ക് ചെയ്യുന്നില്ല, അവരുടെ ഒപ്പം സ്മോക്ക് ചെയ്യുന്ന ഏരിയയിലും പോകുന്നില്ല, പക്ഷേ അവരുടെ ഒപ്പം നിന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇനി ചെയ്യുന്നത് നമ്മൾ തെറ്റാണോ? ഞാൻ വീട്ടിൽ വന്ന് ഷെയർ ചെയ്തു. അപ്പോഴത്തേക്കും അമ്മ എനിക്ക് അതിനൊന്നും ആൻസർ തന്നില്ല. അവരെന്നോട് പറഞ്ഞു സങ്കീർത്തനം 1:1 പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി പിന്നെയും ചിന്തിച്ചപ്പോഴാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. ഈവൻ ദോ നിങ്ങൾ ആ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ആ തെറ്റിൽ നിൽക്കുന്നത് ഒരു പാപമാണ്. കഴിഞ്ഞ ദിവസം ബിജു പാസ്റ്ററാന്ന് തോന്നുന്നു ഒരു ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ ആ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ വഴിയിൽ ജസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒപ്പം നിൽക്കുന്നത് തന്നെ ഒരു പാപമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ലോകത്ത് നമ്മളെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയാസ്, നമ്മൾ എന്നും കാണുന്ന വീഡിയോസ്, നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയാസും, ഈവൻ ദ പീപ്പിൾ യു സീ ഓൺലൈൻ ക്യാൻ ഇൻഫ്ലുവൻസ് അസ്. ദേ ക്യാൻ ഷേപ്പ് അവർ തോട്ട്സ്, ദ വേ വി തിങ്ക് ആൻഡ് ദ വേ വി ഷെയർ അവർ ഐഡിയാസ് ഓർ ദ വേ വി ലിവ്. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കൂടുതലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം നടക്കണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നടക്കുന്നതിൽ കൂടുതലും ആളുകൾ ആഗ്രഹിക്കുന്നതും അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ എന്നാലും ആഗ്രഹിക്കുന്നതും അവർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതും ഒന്നില്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ ബില്യണർ ആവണം അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ ബോഡി വേണം, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതും ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ ചിലപ്പം നേരിട്ട് പോലും കാണാത്ത ആൾക്കാരാണ് നമ്മളെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നത്. ഇതിൽ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഹൂ ഈസ് ഷേപ്പിംഗ് അവർ ലൈഫ്? ഈസ് ഇറ്റ് ഗോഡ് ഓർ സമ്മൺ എൽസ്? അടുത്ത ബൈബിൾ വേഴ്സസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു നീതിമാൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവവചന ധ്യാനവും ദൈവാലോചന പ്രകാരം നടക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് യഹോവയുടെ ന്യായപ്രമാണം സന്തോഷം അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ബിസി സ്കെഡ്യൂൾസാണ്. നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളെല്ലാവരും ലൈഫ് ഭയങ്കര ബിസിയാവും. അപ്പം നമുക്കറിയാം, നിങ്ങൾക്ക് ഡെയിലി ഫുൾ ടൈം നിങ്ങൾക്ക് ബൈബിൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. പക്ഷേ ഇതിൽ പറയുന്നത് നമ്മൾ ദൈവത്തിനോട് ടൈം ഉണ്ടാക്കരുതെന്നല്ല പറയുന്നത്, ടൈം ഉണ്ടാക്കണം, ദൈവത്തിന് വേണ്ടി നമ്മൾ കൃത്യസമയം ഇത് ചെയ്യണം. പക്ഷേ നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും എൻ്റെ ന്യായപ്രമാണം വായിക്കുമ്പോഴത്തേക്കും ഒരിക്കലും ജസ്റ്റ് റീഡ് ചെയ്ത് വിടരുത്.
നമ്മൾ 2 വാക്യം വായിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കുറച്ചേ വായിക്കുന്നുള്ളൂ എങ്കിലും അത് നമ്മൾ ധ്യാനിച്ച് വായിക്കണം. അത് ധ്യാനിച്ച് വായിക്കുക മാത്രമല്ല, അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇല വാടാത്തതുമായ വൃക്ഷം, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഇത് നമുക്കറിയാം, ഗുണങ്ങൾ നമുക്കറിയാം. അതിനാരും പോയി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് മഴയെ തന്നെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഈവൻ ദോ ഡ്രൈ സീസണിൽ പോലും നമ്മൾ ആരും പോയി മിനറൽസ് ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. അത് തന്നെത്താൻ അതിൻ്റെ റൂട്ട്സ് ഇതിൻ്റെ റൂട്ട്സ് ആർ ഡീപ്പ് ഇനഫ് ടു ഗെറ്റ് ദ വാട്ടർ ബൈ ഇറ്റ് സെൽഫ്. അതുകൊണ്ട് പിന്നെ ആ ആറ്റരികത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷം ഒരിക്കലും ഡ്രൈ അല്ല, ഭയങ്കര പച്ചപ്പും ഭയങ്കര ഫ്രൂട്ട്സ് തരുന്നതും പിന്നെ ഒരിക്കലും ഇല വാടാത്തതുമായ ഒരു വൃക്ഷമാണ്. പിന്നീട് നമ്മൾ 2 മരത്തെ ഇമാജിൻ ചെയ്യാം. ഒന്ന് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും മറ്റൊന്ന് ആ സ്ഥലത്ത് തന്നെ പക്ഷെ കുറച്ച് ദൂരെ നട്ടിരിക്കുന്നതും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് മരത്തിനും ഒരേപോലെ ഓവറായിട്ട് ഭയങ്കര ഹീറ്റ്, ഭയങ്കര ചൂട്, വെയിൽ, പിന്നെ ഡ്രൈ സീസൺ, പിന്നെ കൊടുങ്കാറ്റ്, സ്റ്റോം, അതൊക്കെ ആഞ്ഞടിക്കുന്നു. പക്ഷെ ഏതായിരിക്കും കൂടുതൽ ഹെൽത്തി? ഏതായിരിക്കും കൂടുതൽ ഒന്നും ചീത്തയായി പോകാൻ നന്നായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷം? ആറ്റരികത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷമായിരിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് എത്ര സ്റ്റോം വന്നാലും അതിൻ്റെ റൂട്ട് ഡീപ്പ് ഇനഫ് ടു ഹോൾഡ് ഇൻ ദ സോയിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവമക്കളാണെന്ന് കരുതി നമ്മുടെ ലൈഫിൽ ഒരിക്കലും സ്റ്റോംസ് വരത്തില്ല, അല്ലെങ്കിൽ സ്റ്റോംസ് ലൈക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെയൊന്നും വരത്തില്ല. മറ്റ് വൃക്ഷങ്ങൾക്ക് വരുന്നത് പോലെ, അല്ലാതെ മറ്റ് ആൾക്കാർക്ക് വരുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിലും പ്രോബ്ലംസ് വരും. പക്ഷേ നമ്മുടെ റൂട്ട്സ്, നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഷുഡ് ബി ഡീപ്പ് ഇനഫ് ടു ഹോൾഡ് ഈ സ്റ്റോംസിലും ഈ സിറ്റുവേഷനിലും, നമ്മുടെ ഈ ലൈഫിൽ ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി അത്രയും ഡീപ്പായ റൂട്ട്, ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഷുഡ് ബി ഡീപ്പ് ഇനഫ്. നമ്മുടെ നമുക്ക് ഒരു മരത്തിൻ്റെ ഒരു സ്ട്രോങ് പാർട്ടെന്ന് പറയുന്നത്, നമ്മൾ വിസിബിളായ ഒരു സ്ട്രോങ് ആൻഡ് ആ മരത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഒരിക്കലും അതിൻ്റെ സ്റ്റെമ്മോ ലീവ്സോ ഫ്രൂട്ട്സോ ബ്രാഞ്ചസോ ഒന്നും ആയിരിക്കത്തില്ല. അതിനെ കൂടുതലും മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അതിൻ്റെ റൂട്ടാണ്. റൂട്ട് വളരെ നമ്മൾ ആരും അങ്ങനെ കാണുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അത് ആരും അറിയാൻ പോകുന്നില്ല, ആരും കാണുന്നില്ല. നമ്മളും ദൈവവും തമ്മിലുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മുടെ റൂട്ട് ചെറുതാണെങ്കിൽ, നമ്മുടെ റൂട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്തില്ലെങ്കിൽ, നമുക്ക് ഈ ലോകത്തിലെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ സ്ട്രെസ്സ്, നമ്മൾ പറയുന്നത് ഈ സ്റ്റോംസ് ഒക്കെ നിങ്ങളെ ആടി ഉലയ്ക്കാൻ അതിന് കഴിയും. ആ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ചില സമയത്ത് ഈ റൂട്ടൊക്കെ നമ്മളെ ആടി ഉലയ്ക്കുമ്പോഴത്തേക്കും ഈ റൂട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അവർ ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. പെട്ടെന്ന് അവർക്ക് അവരുടെ ബ്രാഞ്ചസ് ഒക്കെ ഒടിഞ്ഞു പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്നെക്കൊണ്ട് ഇത് താങ്ങത്തില്ല. ഒരു ദിവസം നമ്മൾ പ്രശ്നം വരുമ്പോൾ മാത്രമല്ല കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്. അന്ന് നമ്മൾ പ്രശ്നം വരുമ്പോൾ മാത്രം കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, പക്ഷെ എന്നിട്ടും എനിക്കൊന്നും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. പക്ഷേ റൂട്ട്സ് എങ്ങനെ ഗ്രോ ചെയ്യുന്നത്? ലിറ്റിൽ ബൈ ലിറ്റിൽ. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഷുഡ് ഗ്രോ ബൈ ലിറ്റിൽ. നമ്മൾ ചെറുതെന്ന് കരുതുന്നതും, നമ്മൾ പയ്യെ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയായാൽ പോലും, നമ്മൾ ബൈബിൾ വായിക്കുന്നതായാൽ പോലും, ദൈവത്തിൻ്റെ നമുക്ക് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ റൂട്ട്സ് ഗ്രോ ആവും. പിന്നീട് നമ്മൾ ഈ വാക്യത്തിൽ നമ്മളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ആർ മൈ റൂട്ട്സ് ഡീപ്പ് ഇനഫ്? ഹൗ ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്? Am I spending time in His words? Am I praying? Am I trusting Him in worse situations? Even though നമ്മുടെ റൂട്ട്സ് ഡീപ്പ് ഇനഫ് ഇൻ ക്രൈസ്റ്റ് ആണെങ്കിൽ പോലും, storms may shake us, but they will never ever destroy you.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്തോ നമ്മളൊന്ന് ഷേക്ക് ആയാലും നമ്മൾ പതറിയാലും നമ്മുടെ ബ്രാഞ്ചസ് ഒടിഞ്ഞ് വീണാൽ പോലും ദൈവം ഒരിക്കലും നമ്മെ ഡിസ്ട്രോയ് ചെയ്യത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ അനുവദിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ദൈവം ഒരിക്കലും നമ്മളെ വേരോടെ പിഴുതെറിയത്തില്ല. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദുഷ്ടന്മാരങ്ങനെയല്ല, കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. പതിരിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കതിരും പതിരും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കതിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവത്തില്ല, ഏകദേശം ഒരേപോലെ ആയിരിക്കുന്നത്. പക്ഷേ കതിരിൻ്റെയും പതിരിൻ്റെയും വ്യത്യാസം നിങ്ങൾക്കറിയോ? അതിൻ്റെ പതിരിൻ്റെ ഉള്ളിൽ ഹോളോ ആയിരിക്കും. നിങ്ങൾ കതിരും ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? പാറ്റുന്നത് ഇല്ല. അപ്പം പ്രമോദങ്ങൾ കാണിച്ച പോലെ അതിൻ്റെ അകത്ത് നമ്മൾ വീറ്റിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും കതിര് അതിൻ്റെ കൂടെ തിരിച്ച് പാത്രത്തിലോട്ട് വരും. പക്ഷേ പതിര് ആ കാറ്റിൻ്റെ ഒപ്പം അങ്ങ് പോവും. കാരണം എന്തുവാ? അതിൻ്റെ ഉള്ളിൽ ഹോളോയാണ്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, അത് ഭയങ്കര എംറ്റിയാണ്. പക്ഷേ കതിരിൻ്റെ ഉള്ളിൽ ഫുൾ ഫില്ല് ചെയ്തതാണ്, ഫുള്ളും അത് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം അതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് പോകത്തില്ല. പക്ഷേ പതിരാണെങ്കിൽ ആ കാറ്റിൻ്റെ ഒപ്പം പോവാണ്. നമ്മളും കേട്ടിട്ടുണ്ടല്ലോ നാട്ടിലെ ആൾക്കാർ പറയുന്നത്, ഞാൻ ആ ഫ്ലോയുടെ ഒപ്പം അങ്ങ് പോയി, നാടോടുമ്പം നടുവേ അങ്ങ് ഓടി. പക്ഷെ നമ്മൾ വിശ്വാസികൾ അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരിക്കലും ആവരുത്. കാരണം നമ്മളെ ദൈവം നമ്മളെ ദൈവം പേർ ചൊല്ലി വിളിച്ചതാണ്. നമ്മൾ എക്സ്പെൻസീവാണ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. നമ്മളെ ദൈവം സ്വന്തം രക്തം കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഈ കാറ്റിൻ്റെ ഒപ്പമൊക്കെ പോകാൻ വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളെ ആണെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ ആൾക്കാരെ നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ഈ പൈസയുടെ ഒപ്പം പോവുക, അല്ലെങ്കിൽ നമ്മൾ ഫിറ്റിങ് ചെയ്യുക, നിനക്ക് എന്തുവാ പറയുക, പോപ്പുലാരിറ്റി, ലൈക്സ്, അതിനൊക്കെ വേണ്ടിയാണ് ആൾക്കാർ നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇറ്റ്സ് ടെമ്പററി. if you build our identity on them, you will be you will be unstable. കാരണം അത് ടെമ്പററി ആണ്. അത് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. പെട്ടെന്ന് എൻ്റെ സൗന്ദര്യം പോയി, അല്ലെങ്കിൽ എൻ്റെ പൈസ പോയി, ആൾക്കാർ എന്നെ വാല്യൂ ചെയ്യുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്തോ പറയുക, അവർക്ക് പിന്നെ ലൈഫിനെ ഫേസ് ചെയ്യാൻ അവർക്ക് പേടിയാണ്. പിന്നെ അവർ ലൈഫിനെ പേടിയായിട്ട് പിന്നെ ആത്മഹത്യ ചെയ്തും. പിന്നെ ഇതൊക്കെയാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും ദൈവത്തെ വിട്ടു പോകുന്നതും ഇതേപോലെയുള്ള സാഹചര്യം വരുമ്പോഴാണ്. അടുത്തത്, യഹോവ നീതിമാൻ, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലത്തെ. അത് കഴിഞ്ഞ് അവസാനം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നമ്മൾ 2 ways കണ്ടു, 2 ways to live കണ്ടു. ആ വേസ്, ഓരോ വേസ് ചൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ എൻഡിങ് നമ്മൾ കണ്ടു. നമുക്ക് അറിയുന്ന പോലെ എവ്രി റോഡ് ഹാസ് എ ഡെസ്റ്റിനേഷൻ. എല്ലാം, നിങ്ങൾ എന്ത് ചോയ്സ് എടുത്താലും അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. എവ്രി ചോയ്സ് ലീഡ്സ് സംവെയർ എൽസ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ചോയ്സാണ് നമ്മൾ എവിടെ തിരിച്ചെത്തണം, അല്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് ചേരണമെന്ന് നമ്മളെ തീരുമാനിക്കുന്നത്. നീതിമാന്റെ വഴിയുടെ എൻഡിങ് ദൈവം തീരുമാനിച്ച നിത്യ സൗഭാഗ്യമാണ്. എന്നാൽ ദുഷ്ടൻ്റെ പാത നിത്യ നരകത്തിലും അവസാനിക്കും. നമ്മുടെ ചോയ്സസ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തിരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കാരണം അതാണ് നമ്മളെ ലൈഫ്, നമ്മുടെ അവസാനം. നമ്മുടെ ലൈഫ് മറ്റുള്ള കാര്യങ്ങളെല്ലാം, ഇൻഫ്ലുവൻസ് എല്ലാം എന്തുവാ പറയുക, മരണം കൊണ്ട്, അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ലൈഫ് മരണത്തിനപ്പുറമാണ്. നമ്മൾ ആദ്യം വിചാരിക്കും നമ്മുടെ വഴി സ്മൂത്തായിട്ട് പോകുന്നു. ഞാനും ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് അവർ ദൈവവഴിയിലല്ല നടക്കുന്നത്, പക്ഷെ എന്നാലും അവരുടെ ലൈഫ് എന്ത് സ്മൂത്തായിട്ടാണ് പോകുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വഴി നടന്നാലും നമ്മുടെ ലൈഫ് അവരുടെ ലൈഫിനേക്കാളും ഭയങ്കര സ്മൂത്തായിട്ടാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ ആദ്യം കരുതിയാലും
എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കില്ലെങ്കിൽ ആ യാത്ര ഡേഞ്ചറസ് ആണ്. അതിൻ്റെ എൻഡിങ് ഡേഞ്ചറസ് ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലും എൻഡിങ് ആയിരിക്കും വരുന്നത്. നമ്മുടെ മുമ്പിൽ 2 പാത്തുണ്ട്. ഒന്ന് ജീവനിലോട്ടുള്ള വഴിയും, 2 നാശത്തിലോട്ടുള്ള പാതയും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് തുറന്നു തന്ന ജീവൻ്റെ വാതിലിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. യാത്രയുടെ എൻഡിങ്ങിൽ നമ്മെ കാത്തിരിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ പ്രതീക്ഷയോടെ അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.